ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു നിരാകാരി അശരീരി ആത്മാവാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ ശാന്തി ദേശനിവാസിയാണ്. ഈ ശരീരത്തിൻ്റെ ആധാരമെടുത്ത് ഞാൻ കർമ്മം ചെയ്യുന്നു. ഞാൻ ആത്മാ അവിനാശിയാണ്. പരംപിത ശിവപരമാത്മാവും എനിക്ക് സമാനം ആത്മാവാണ്. എങ്കിലും സുപ്രീമാണ്. എൻ്റെ പരംപ്രിയ ബാബയാണ്. ബീജരൂപ ബാബയിൽ മനുഷ്യ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം സമാവേശമായിരിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ അശരീരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ശരീരം ഇപ്പോൾ പഴയതായി. ഈ ശരീരം ഉപേക്ഷിച്ച് അശരീരിയായി എനിക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. അനാസക്തമാണ്. അശരീരി സ്ഥിതിയിൽ എൻ്റെ ശാന്തിധാമത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നു. ഞാൻ ആത്മാ അശരീരിയായി ശാന്തി ദേശമായ പരമധാമത്തിലെത്തി ബീജരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അനുഭൂതിയാകുന്ന കണ്ണുകളിലൂടെ കാണുന്നു. ഞാൻ ആത്മാ ബീജരൂപ ബാബയുടെ സന്മുഖത്തിരിക്കുന്നു. ബാബയുടെ കൂടെ നിർവാണസ്ഥിതി, വിത്രത, പരിപൂർണതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ നിജശക്തികളുടെ അനുഭൂതിയിൽ തല്ലീനമായിരിക്കുന്നു. ഞാൻ ബാബയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെ അനുഭവം ചെയ്യുന്നു. സ്നേഹസാഗരമായ എൻ്റെ ബാബ
സുന്ദരനാണ്, ശാന്തി സാഗരമാണ്, ആനന്ദസാഗരമാണ്. ഈ അനുഭവത്തിൽ ഞാൻ ശാന്തിധാമത്തിലിരിക്കുകയാണ്. ഞാൻ ശരീരബോധത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും അശരീരിയാക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. ഞാൻ ശക്തിശാലിയായി അന്തിമത്തിലെ കടുത്ത ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ജീവിച്ചിരിക്കെ മരിക്കുന്നതെങ്ങനെയെന്ന് അച്ഛൻ പഠിപ്പിക്കുന്നു. അച്ഛൻ പതിത പാവനനാണ്. ജ്ഞാനത്തിലൂടെ പാവനമാക്കുന്നു. ഒപ്പം പാവന ലോകവും സ്ഥാപിക്കപ്പെടുന്നു. ആരാണോ പാവനമാകുന്നത്, അച്ഛനെ മനസ്സിലാക്കുന്നത്, അവർ തന്നെയാണ് പാവന ലോകത്തിൽ ചെന്ന് രാജ്യം ഭരിക്കുന്നത്. ഞാൻ അച്ഛനെ മനസ്സിലാക്കി പാവന ലോകത്തിൽ ചെന്ന് രാജ്യം ഭരിക്കും. ഈ സംഗമയുഗത്തിൽ ഞാൻ ഉത്തമനിൽ നിന്നും ഉത്തമനായി മാറുന്നു. പരംപിതാവ് ആത്മാവിനെ പാവനമാക്കുന്നു. ഉയർന്നതിലും ഉയർന്നത് രചയിതാവാണ്. ബാബ ഈ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നു. വീണ്ടും പുതിയ സൃഷ്ടിയുടെ രാജാവാക്കി മാറ്റുന്നു. ബാബ 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് ചക്രത്തിന്റെ രഹസ്യം പറഞ്ഞു തരികയാണ്. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ബാബ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പവിത്രമാക്കി മാറ്റിയിരുന്നു. ബാബയാണ് സർവശക്തിവാൻ, പതിത പാവനൻ. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുന്നു. എന്നെ ജ്ഞാനചിതയിലിരുത്തിയിരിക്കുന്നു. ഇത് സുഖ ദുഃഖത്തിന്റെ കളിയാണ്. ഭക്തി തമോ പ്രധാനമായി മാറുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. എന്നെ ദേവതയാക്കി മാറ്റും സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്ന അച്ഛന്റെ പൂജയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിക്കുന്നു. എനിക്കിപ്പോൾ പവിത്രമായി തന്നെ മരിക്കണം. ബാബയെ ഞാൻ വളരെയധികം കാലത്തിന് ശേഷം കാണുകയാണ്. അതിനാൽ പ്രേമത്തിന്റെ കണ്ണീർ പൊഴിക്കുന്നു. ബാബ എന്ന് പറയുമ്പോൾ തന്നെ
രോമാഞ്ചമുണ്ടാകുന്നു. ബാബ ഈ പഠിപ്പിലൂടെ പുഷ്പമാക്കി കൂടെ കൊണ്ടുപോകുന്നു. സ്വർഗത്തിന്റെ സുഖം നൽകുന്ന ബാബയെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുന്നു, ദേഹത്തെ മറക്കുന്നു. ബാബ വളരെ മധുരമാണ്. ഞാനിപ്പോൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ഇത് ദുഃഖധാമമാണ്. ശാന്തിധാമം നമ്മളുടെ വീടാണ്. ഞാൻ പാർട്ട് അഭിനയിച്ചു കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകണം. ഇപ്പോഴുള്ളത് തീർത്തും ജീർണിച്ച അവസ്ഥയിലുള്ള ശരീരമാണ്. ബാബ എന്നെ ശക്തിശാലിയാക്കുന്നു. ശരീരത്തിന്റെ ബോധം എടുത്തു കളയുന്നു. ഞാൻ ആത്മാവ് അവിനാശിയാണ്, പാവനമായി മാറുന്നു. ഞാൻ സ്നേഹത്തോടെ ബാബയെ വിളിക്കുന്നു. വിളിച്ച ഉടനെ സന്തോഷത്താൽ പ്രേമത്തിന്റെ കണ്ണുനീരുണ്ടാകുന്നു, രോമാഞ്ചമുണ്ടാകുന്നു. ഞാൻ എല്ലാറ്റിൽ നിന്നും മമത്വമില്ലാതാക്കി ജീവിച്ചിരിക്കെ മരിക്കുന്ന അഭ്യാസം ചെയ്യുന്നു. ദേഹത്തെയും മറക്കുന്നു. ഇതിൽ നിന്നും വേറിടുന്ന അഭ്യാസം ചെയ്യുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും വൃത്തികളെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കുന്ന സ്വച്ഛ ആത്മാവായി ഭവിക്കൂ. സേവനത്തിൽ സ്വച്ഛമായ ബുദ്ധി, സ്വച്ഛ വൃത്തി, സ്വച്ഛമായ കർമ്മമാണ് സഫലതയുടെ ആധാരം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ അഥവാ വൃത്തികളെ സമാപ്തമാക്കി ഞാൻ സ്വച്ഛമായ ആത്മാവായി മാറുന്നു. സമ്പൂർണ്ണ സഫലത പ്രാപ്തമാകുന്നു. ആരാണോ സ്വപരിവർത്തനം ചെയ്യുന്നത്, വിജയമാലയും അവരുടെ കഴുത്തിൽ തന്നെയാണ് വീഴുന്നത്. ഓ ശാന്തി.